അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ ഒന്നുമില്ല, നമ്മളെ ബട്ടർ ചിക്കൻ ആണ്. അപ്പൊ കുക്കിംഗ് വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ചാനലിൽ ഇടുന്നത്. അപ്പൊ തെറ്റൊക്കെ ഉണ്ടാക്കും, അപ്പൊ ക്ഷമിക്കണം, ഫസ്റ്റ് ടൈം അല്ലേ. ആദ്യം നമ്മൾ തക്കാളി എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച്, പിന്നെ നമ്മൾ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് നമ്മൾ വെള്ളമൊക്കെ പോക്കി നല്ല ഡ്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് വിനാഗിരിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിടുക. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ തൈരൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് സെറ്റ് ആക്കി വെക്കണം. തൈരിലാണ് നമ്മളിത് ഫുള്ള് മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെയും കുറച്ചിട്ടിട്ട് എന്നിട്ട് നമ്മൾ പാനൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബട്ടർ ചിക്കൻ ആയിട്ട് നമ്മൾ ബട്ടർ ഇട്ടിട്ടാണ് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ സവാളയും അതുപോലെ തന്നെ ടൊമാറ്റോയും ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ അത് സെറ്റായി നിൽക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുറച്ച് TV ഒക്കെ ഒന്ന് കണ്ട് വെറുതെ ഇരിക്കല്ലേ, അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ പാൻ ചൂടായപ്പോൾ നമ്മൾ ചിക്കൻ ഒക്കെ ഇട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ മുക്കി പൊരിക്കരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ക്രിസ്പി ആവണം. പിന്നെ നമ്മൾ അതിലെ ഉള്ളി തക്കാളി ഒക്കെ എടുത്ത സാധനം അതൊക്കെ ഒന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ക്രീം പരിവാക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് പിന്നെ നമ്മൾ ക്രീം ഇട്ട് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെ തന്നെ കുറച്ച് സോയ സോസ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില പിന്നെ കസ്തൂരി മേത്തി ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ച് അങ്ങനെ നമ്മളെ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് കുറുകി വന്ന് നമ്മളെ കറി റെഡിയായി. ലാസ്റ്റ് നമ്മൾ ക്രീം ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്താൽ നമ്മളെ കറി റെഡി.